ഞാൻ പറയുന്നത് ഞാൻ MP ആയാൽ ആ എഫർട്ട് ഇതിനെടുക്കുമെന്നാണ്. പോസിറ്റീവാണ്. വേറെയില്ലാത്ത എൻ്റെ വഴിക്ക് വരട്ടെ, വേണ്ടെന്നൊന്നുമല്ല. പക്ഷേ ഞാനിത് കമ്മിറ്റ് ചെയ്യണം. ഈ ശബരിപാത കൊണ്ടുവരുന്നതിന് വേണ്ടി പാർലമെന്റിന് പുറത്ത് നമ്മുടെ ഉദ്യോഗസ്ഥ തലത്തിൽ എല്ലാം ഇടപെടും. ഇന്നങ്ങനെ ഇടപെടാൻ പറ്റില്ല, അത് ഇടപെടും. കേന്ദ്രത്തിന് താല്പര്യം പമ്പ ചെങ്ങന്നൂരാണ്. അവരതിന്റെ DPR ഒക്കെ തയ്യാറാക്കി അംഗീകരിക്കാൻ സാധ്യതയുണ്ടോ? അതും കൊണ്ടുവരാം, പ്രശ്നമൊന്നുമില്ല, ആയിക്കോട്ടെ, നമുക്കൊന്നും വേണ്ടെന്ന് പറയുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാ ഒരു IT പാർക്ക് പത്തനംതിട്ട ജില്ലയിലില്ലാത്തത്? നമ്മുടെ പമ്പ മറ്റേ ഫാക്ടറി ഉണ്ടല്ലോ, ഷുഗർ, അതിന്റെ ഭൂമി വിട്ടുകൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ വന്നില്ല. എന്താ കാര്യം? ഒരു വിമാനത്താവളത്തിന്റെ പിൻബലം ഇല്ലാത്ത ഒരു IT പാർക്കും ജയിക്കില്ല. കൊച്ചിയില് ജയിച്ചു, തിരുവനന്തപുരത്ത് ജയിച്ചു, അതുപോലെ കോഴിക്കോട്, കുണ്ടറ തുടങ്ങി, കൊടകര, ഭാഗികം, എൻ്റെ അവിടെ ചേർത്തല ഇപ്പോഴും പാതി വെറുതെ കിടക്കുകയാണ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ശബരിമല വിമാനത്താവളം എന്ന് പറയുന്നുണ്ടല്ല, ശബരിമല തീർത്ഥാടകർ വരാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെയൊക്കെ മറ്റുള്ള ഒരുപാട് വികസനങ്ങൾക്ക് ത്വരകമായിട്ടത് മാറും. ശബരിമലയിലെ നമ്മൾ ഈ ശബരിമല വികസനം പറയുമ്പോഴേ, ഈ ശബരിമല ഇത്രയും വരുമാനം വലിയൊരു ക്ഷേത്രമാണ്. ഇത്രയും കാലമായിട്ട് അരവണ പ്ലാൻ ഉണ്ടാക്കാൻ പോലും പറ്റിയിട്ടില്ല. അപ്പൊ ഇത്രയും കാലമായിട്ട് അതിനകത്ത് പോലും ഒരു ബാക്കിയുള്ള തീർത്ഥാടന സ്വന്തമായിട്ട് ടീമുണ്ടാക്കി പ്ലാൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇത്രയും അങ്ങനെ പ്ലാനിംഗ് പ്രശ്നമുള്ള ഒരു സംവിധാനത്തിലേക്കാണ് ഞാൻ ഈ 2 ദേവസ്വം ബോർഡ് ചെയർമാൻമാരെ വിളിച്ചുകൊണ്ടിട്ടുള്ള ഈ ചോദ്യത്തിന് മറുപടി പറയാനാണ്. സർക്കാർ മാത്രം വിചാരിച്ച ദേവസ്വം ബോർഡ് സമാന്തര ഭരണമാണ്. അപ്പൊ അവർക്ക് അവരെ എടുത്ത വിശ്വാസത്തിലൂടെ പോകാൻ പറ്റില്ല. അപ്പൊ അവരെ വഴിയാണ് അത് ഇത്രയും കാലം പറ്റിയിട്ടില്ല. നമുക്ക് ഇത്രയും കോടികളുടെ വരുമാനമുള്ള ക്ഷേത്രത്തില് പിന്നെ കിട്ടാതെ അരവണ കിട്ടാതെ തീർത്ഥാടകർ പോവാ. അവിടെ വിദേശ നിർമ്മിത അരവണ പ്ലാന്റ് ശബരിമല സന്നിധാനത്തുണ്ട്. വിദേശ നിർമ്മിതമാണ്. നിർമ്മാണത്തിനുള്ള DPR തയ്യാറാക്കി അത് സ്പോൺസർ വഴി നടപ്പാക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. അത് തെളിയൂരാണ് ആദ്യം തീരുമാനിച്ചത്. പക്ഷേ നിലയ്ക്കിലേക്ക് മാറ്റണമെന്നുള്ള അഭിപ്രായം വന്നിട്ടുണ്ട്. കാരണം റോ മെറ്റീരിയൽസ് അവിടെ എത്തിയാൽ പിന്നീട് പ്രൊഡക്റ്റ് ശബരിമലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതിയല്ലോ എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ആലോചന ഇപ്പോ നടന്നു വയ്ക്കുന്നത്. എന്തായാലും നടപ്പാവും. പറഞ്ഞ പോയിന്റ് അങ്ങ് അക്സെപ്റ്റ് ചെയ്യണത്. ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടായിരുന്നു. ഓൾറൈറ്റ്, പ്രശ്നമില്ലാതെ ഈ കാര്യങ്ങൾ ഫലപ്രദമായി ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇതൊക്കെ ത്വരിതപ്പെടുത്തും. ഇങ്ങനെ കമ്മിറ്റ്മെന്റ് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നറിയാം. ഇത് നമുക്കൊരു ബേർഡനേ അല്ല. ഇതാണ് പത്തനംതിട്ടയുടെ വികസനത്തിന് അടിസ്ഥാനമായിട്ട് വരാന്നുള്ള കാഴ്ചപ്പാട് വന്നാൽ ഇത് ആകെ മാറും കേട്ടോ.